ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദളപതിയെ പറ്റി സംസാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ജനനായകൻ ലീക്കായ കാര്യം, പിന്നെ DVD ഒക്കെ ഇറങ്ങിയ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കേസൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. സിനിമ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ സെൻസർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സിനിമയുടെ റിലീസ് തീയതി ഇപ്പോൾ 30-ാം തീയതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ ഒഫീഷ്യൽ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരട്ടെ. പിന്നെ നമ്മുടെ ദളപതി സിനിമയിൽ വീണ്ടും വരുന്നു എന്നൊരു റിപ്പോർട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടതല്ല, നമ്മുടെ ജനനായകൻ അത്യാവശ്യം നല്ലൊരു ലോസ് ഉണ്ടായ ചിത്രമാണ്. കാരണം ഇപ്പോൾ പല റൈറ്റ്സും ആൾക്കാർ വാങ്ങുന്നില്ല. OTT റൈറ്റ്സിൽ കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ തിയേറ്ററുകാരായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. കാരണം ഇപ്പോൾ അവർ പറഞ്ഞ ആ ഒരു തുകയിൽ നിന്ന്, കാരണം ഇപ്പോൾ ഓൾറെഡി ലീക്കായല്ലോ, അപ്പോൾ എത്ര പേര് കയറും എന്നൊന്നും അറിയില്ല. ദളപതി ഫാൻസ് എന്തായാലും കയറുമെന്ന് അറിയാം. പക്ഷേ എങ്കിലും അവർ കുറച്ച് പൈസ വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലോസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദളപതി 70 വരുന്നു. ഏത് സംവിധായകനെന്നൊന്നുമില്ല, പക്ഷേ KVN പ്രൊഡക്ഷൻ്റെ അണ്ടറിലായിരിക്കും ചിത്രം. ദളപതി ഒട്ടും തന്നെ പൈസ വാങ്ങിക്കില്ല. കാരണം ഈ ഒരു പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ, കാരണം ഒരുപാട് ലോസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ഈ ലോസൊക്കെ ഉണ്ടായത്. സോ അതൊക്കെ നികത്താൻ വേണ്ടി ഒരു ചിത്രം ചെയ്യുന്നതായിരിക്കും. എന്തായാലും ചെയ്യുന്ന ഡയറക്ടർ കിടുവാണെങ്കിൽ ഈ ദളപതി 69 പവർഫുള്ളായിരിക്കും നമ്മുടെ ദളപതി 70. അപ്പോൾ ഒരു ജസ്റ്റ് റൂമേഴ്സാണ് എങ്കിലും ഒരു ഒഫീഷ്യൽ വാർത്തയ്ക്ക് തന്നെ വെയിറ്റ് ചെയ്യട്ടെ. കാരണം പറയുന്നതൊക്കെ സത്യമാണ്. കാരണം ഇത്ര ലോസ് ഉള്ളതുകൊണ്ട് ദളപതി ഒരു ചിത്രം എന്തായാലും ചെയ്യണം. അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ നമ്മുടെ ഫാൻസിനൊക്കെ നല്ല സന്തോഷം തന്നെ ആവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഡയറക്ടർ ആരാവണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെട്രിമാരനോ അല്ലെങ്കിൽ നമ്മുടെ ലോകേഷൊക്കെ ആവട്ടെ. എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.